ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെയാണ് കഴിഞ്ഞ 39 ദിവസങ്ങളിലായി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. നാരായണീയ മധുരം എന്ന രീതിയിൽ ഇന്ന് 40ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ 4ാമത്തെ ദശകത്തിൽ 10ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ പ്രഭാഷണത്തിലേക്കും ശ്രീഹരിയ പരിഭാഷയിലേക്കൊക്കെ കടക്കാം. ലിംഗദേഹമപി സന്ധ്യജന്നധോ ലീയത്തെ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീതുമൂർധതാ സാർദ്ധമേവ കരണൈർനിരീയത്തെ. നിരാഗ്രഹ അധോ ലിംഗദേഹം അപി സന്ധ്യജൻ പരേ ത്വയി ലീയത്തെ ഊർധ്വലോകകുതുകീതുമൂർധത കരണൈ സാർദ്ധം ഏവം നിരീയത്തെ. ഇതാണ് നമ്മൾ ചൊല്ലിയ ആ ശ്ലോകത്തിലെ ഓരോ വാക്കുകളും. നിരാഗ്രഹ, ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവൻ. അപ്പോൾ ബ്രഹ്മലോക സുഖാദികളിൽ ന നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം, ഇതിലൊന്നും താല്പര്യമില്ലാത്ത, കൊതിയില്ലാത്ത, ആഗ്രഹമില്ലാത്ത യോഗി അധോ പ്രാണവായുവിനെ ആ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം ലിംഗദേഹം അപി സന്ധ്യജൻ, ആ സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിക്കുന്നവനായിട്ട്
പരേ ത്വയി ലീയത്തെ, പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന അങ്ങയിൽ ലയിക്കണു ഗുരുവായൂരപ്പ. ഊർധ്വലോക കുതുകീതു, ബ്രഹ്മാദിലോകങ്ങൾ കൊതിക്കുന്നവരോ, അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ? ബ്രഹ്മാദി സുഖങ്ങൾ, അത്തരം ലോകങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത യോഗി പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി പിടിച്ചു നിർത്തി സൂക്ഷ്മ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ ഊർധ്വലോക കുതുകീതു, ബ്രഹ്മാദിലോകങ്ങൾ കൊതിക്കുന്നവൻ എന്തു ചെയ്യണു? മൂർധത കരണൈസാർത്ഥം ഏവ നിരീയത്തെ, ബ്രഹ്മരന്ധ്രങ്ങളിലൂടെ സൂക്ഷ്മ ശരീരത്തോടുകൂടി തന്നെ നിർഗമിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോദ്ധം സൂക്ഷ്മാംഗം ഭോഗസാധനം എന്നാണ് ഈ സൂക്ഷ്മ ശരീര ലക്ഷണത്തെക്കുറിച്ച് വിദ്വാൻമാര് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമുക്കൊരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ആ ശ്രീഹരിയ വ്യാഖ്യാനം ഭാഷാഗാനമായി പാടി സമർപ്പിക്കാം. ലിംഗദേഹമപി സന്ധ്യജന്നധോ ലീയത്തെ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോക കുതുകീതു മൂർധത സാർദ്ധമേവ കരണൈർ നിരീയത്തെ. ആ 10ാമത്തെ ശ്ലോകം. യാതൊന്നിലും ഇച്ഛയില്ലാതായിടുന്ന നേരത്തവൻ യദുകുലനാഥ നിന്നിൽ ലയിച്ചു ചേരും. ആകാശലോകത്തിലേക്കു ജീവിതത്തെ മാറ്റിയിടുവാൻ മൂർധാവിങ്കലൂടെ മെല്ലെ പുറത്തു വരും. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനീ കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നോരാ വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പു ഞാൻ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരി ഓം.